പെണ്ണിന്റെ അടിമയായി പോയി കിടക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവക്കാണെങ്കിൽ പിന്നെ സ്വന്തം വീടായത് കൊണ്ട് വലിയ ധൈര്യമാണ്. നമ്മൾ പരദേശിയെ പോലെ നടന്നോണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചിറങ്ങി പോകുമ്പോ പെണ്ണ് കരയും. നിക്കാഹെല്ലാം കഴിഞ്ഞിട്ട് പുതിയാപ്പിളയുടെ കൂടെ കാറിൽ പോകുമ്പോ പെണ്ണ് കരയും. ഇവിടെ ആണുങ്ങൾ കരയേണ്ട അവസ്ഥയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടെന്താ വല്ലാത്ത ധൈര്യം. അങ്ങനൊന്നും അല്ലടോ. ആണുങ്ങള് സ്വന്തം ഭർത്താക്കന്മാര്, ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ സൃഷ്ടമൊന്നും അല്ലടോ. ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ടല്ലോ. നമ്മൾ നല്ലതുപോലെ നടക്കണം. അല്ലാതെ ഔദാര്യത്തിലൊന്നും കിടക്കേണ്ടവരല്ല ആണുങ്ങൾ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിട്ട് കുത്തിയതൊന്നുമല്ല കേട്ടാ, നിങ്ങൾക്കിട്ട് കുത്തിയതൊന്നുമല്ല. എത്ര കാലമെന്ന് പറഞ്ഞാ പെങ്ങളെ ഈ ഊറ്റുന്നേ ഒന്ന് നിർത്തിക്കൂടെ? പാപ്പാനെ ഉമ്മാനെയൊക്കെ ഊറ്റുന്നതിനൊരു പരിധിയില്ലേ? നിങ്ങളൊക്കെ കെട്ടിച്ചു വിടുമ്പോ തന്നെ എത്രയെല്ലാം തന്ന് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് തന്നിട്ട് പോണില്ലല്ലോ, വീണ്ടും കിടക്ക. ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരു പരിധിയൊക്കെ ഇല്ലേ? ഒന്ന് മാറിക്കൊടുക്ക. അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. പാപ്പായും ഉമ്മാക്കൊക്കെ വയസ്സാം കാലത്തെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുക. അതെങ്ങനെ മോളും മരുമോനും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ ദീനാടോ. ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരാള് പെണ്ണ് കെട്ടി അടുത്ത അനിയൻ പെണ്ണ് കെട്ടാറാകുമ്പോ ജ്യേഷ്ഠം മാറണമെന്നാ പണ്ടത്തെ നിയമം. ഒരാൾ അടുത്ത വിവാഹം എത്തി മാറിയേക്കണം. അത് മാത്രമല്ല, ഈ അടുത്തടുത്ത് കിടക്കാതിരിക്കൽ ഏറ്റവും നല്ലത്. ഒരിക്കലും കൂടപ്പുറപ്പുകൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. ഒന്ന് മാറിക്കിടക്കണം, ഒന്ന് അകന്ന് കിടക്കണമെങ്കിൽ സ്നേഹമൊന്നുണ്ടാകത്തുള്ളൂ. വല്ലപ്പോഴും ഒന്ന് വരുമ്പോ എന്തൊരു സ്നേഹം പരിഗണം. ഇത് അപ്പുറത്ത് കിടക്കല്ല, ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു. മക്കൾ പരസ്പരം നിങ്ങളെപ്പോലെയല്ല കുട്ടികൾ. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടും. അപ്പൊ ഒന്ന് പറയും, രണ്ടു പറയും, പിന്നെ വഴക്കായി, പിന്നെ ചത്താ പോലും കയറരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.